പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അറിയാൻ നമുക്ക് എന്താണ് ഇന്ന് ഓൺലൈൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അതേപോലെ എന്താണ് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ചൊക്കെ കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ആളുകളാണ്. സംഭവം നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ പ്രൊഡക്റ്റുകൾ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ ആരും എന്ത് ചെയ്തില്ല, സത്യം പറഞ്ഞാൽ പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നാണ് സത്യം. സോ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിന് യഥാർത്ഥത്തിൽ ഒരു പേരുണ്ട്, അതാണ് ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക്സ് കൊമേഴ്സ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഷോപ്പ്, അതിനെന്താണ് നല്ല എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോപ്പ് ഇടും. എല്ലാ ആളുകളും എത്തിപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഒരു ഷോപ്പ് ഇടാറ് അല്ലെ. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ആളുകളും കൂടുന്ന ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുക, ആ ഷോപ്പുകളൊക്കെ തന്നെ ഇടുക. അതെന്തിനാണ്, പെട്ടെന്ന് ആളുകളെ അവിടേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് കച്ചവടം, ഇതാ നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഒരു മൊബൈൽ ഫോൺ ഉള്ളിൽ എന്താണ് ഒരു ഷോപ്പ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഞാനും നിങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിനെ നിങ്ങൾക്ക് കച്ചവട സ്ഥാപനമാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്താണ് ഇത് കൊണ്ടുള്ള ഗുണം? നിങ്ങൾ മാർക്കറ്റിൽ, നിങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ എന്താ ഓൾറെഡി ആളുകൾ ചെയ്തു വരുന്ന കച്ചവടത്തിൽ നിങ്ങൾ ഒരു ഷോപ്പ് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരു സിറ്റിയിലെ നടുക്കോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ആൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഷോപ്പ് ഇടണം. അതേപോലെ തന്നെ ആ ഷോപ്പിന് മാക്സിമം പരസ്യം നിങ്ങൾ കൊടുക്കണം. കാരണം ആളുകൾ ഇത് അറിയണമെങ്കിൽ, ആളുകൾ നിങ്ങളുടെ ഷോപ്പിലുള്ള ഓഫറുകൾ അറിയണമെങ്കിൽ നിങ്ങൾ ഡെയിലി വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോസ്റ്റർ വൈസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി വൈസോ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഓഫറുകൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളെ തൊട്ടടുത്തുള്ള ഡേമാർട്ടിലോ ബിഗ് മാർട്ടിലോ ഹൈപ്പർ മാർക്കറ്റുകളോ അവരുടെ ഓഫറുകൾ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? തക്കാളിക്ക് 1 രൂപ വാട്സപ്പിൽ എന്താണ് ഒരു ബ്രോഡ്കാസ്റ്റ് വഴി ഒരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ എന്താണ് മറ്റ് ഓഫറുകൾ എന്ത് ചെയ്യുന്നു, അവര് പോസ്റ്ററുകൾ വഴി നമുക്ക് അയച്ചിരുന്നു. സോ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളിലേക്ക് അവരുടെ ഓഫറുകളും അവരുടെ എന്താണ് പ്രൊഡക്റ്റിന്റെ മറ്റ് സ്ഥാപനങ്ങളിലുള്ള പ്രൊഡക്റ്റിനേക്കാൾ വില കുറവാണെന്ന് അവർ പ്രൂവ് ചെയ്യാൻ ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തിന് വേണ്ട സ്ട്രാറ്റജികൾ അവർ മെനഞ്ഞുകൊടുക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മൈ ലൈഫ് സ്റ്റൈലിലെ ഒട്ടുമിക്ക ആളുകളും ബിസിനസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതാണ് പ്രൊഡക്റ്റിന്റെ റേറ്റ് കമ്പാരിസൺ. എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഉദ്ദേശിക്കുന്നത്? ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻകം പ്ലാൻ ഉണ്ട്. നമ്മളെ കമ്പനിക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു പ്ലാൻ അല്ലെ. മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാൻ അറിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയാം എന്താണ്, എനിക്കറിയാം സാർ, 10,000 മേച്ചായാൽ 1,200 കിട്ടും, 17 ലക്ഷം മേച്ചായാൽ 2,10,000 കിട്ടും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, 17 ലക്ഷം ബിസിനസ് വോളിയം എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ് ക്യാഷിലേക്ക് വരുമ്പോൾ 23 ലക്ഷം ക്യാഷ്. 23 ലക്ഷം ക്യാഷ് ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും വരുന്ന സമയത്താണ് ഒരു വ്യക്തി 2,10,000 എന്ത് ചെയ്യുന്നത്, അച്ചീവ് ആകുന്നത്. ടോട്ടൽ 46 ലക്ഷത്തിന്റെ കച്ചവടം. നിങ്ങൾ ഈ ഒരു കാര്യം പുതിയൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, 46 ലക്ഷത്തിന്റെ കച്ചവടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2,10,000 തരാം എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ? റെഡിയല്ലേ? 46 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു, എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുന്നു നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഈ കച്ചവടം നടക്കുന്നത്? 46 ലക്ഷം കച്ചവടം എങ്ങനെയാണ് വരുന്നത്? ശരിക്കും മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാന്, ഇൻകം പ്ലാൻ ആണ് എന്ത്, 10,000 മേച്ചായാൽ 1,200, അല്ലെ 10 ലക്ഷം മേച്ചായാൽ 1,20,000 എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ വീട്ടിലേക്ക് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 2,100 രൂപയ്ക്ക് മിനിമം നിങ്ങൾ സാധനം വാങ്ങുന്നുണ്ട്. മിനിമം ഒരു 10 പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്ത് കൂട്ടിക്കോളൂ. മൈ ലൈഫ് സ്റ്റൈൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഇല്ലാത്തൊരു ടൂത്ത് പേസ്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, 150 ഗ്രാമിന് വെറും 143 രൂപ നമുക്ക് എന്തുള്ളൂ വരുന്നുള്ളൂ. സോ അടുത്ത സോപ്പ്, ഇപ്പം നമ്മളെ സോപ്പിന്റെ റേറ്റ് കൂടുതലാന്ന് ആളുകൾ പറയാറുണ്ട് അല്ലെ. നീം സോപ്പ് 103 രൂപയോ അല്ലെങ്കിൽ 83 രൂപയോ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, മാർക്കറ്റിൽ 350 രൂപ വരെയുള്ള സോപ്പ് എന്തുണ്ട് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. സെബാമെഡ് എന്ന് പറഞ്ഞ സോപ്പ് ഉണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ഒരു 3 മുതൽ 10 വയസ്സ് വരെ കുട്ടികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. അല്ല കുട്ടികൾ മാത്രമല്ല,
അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് സെബാമെഡ് എന്ന സോപ്പ്. ഇതിന് ഏകദേശം 350 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ ലക്ഷറി ബാത്തിങ് സോപ്പ്. കാരണം ഇതിൽ എന്തില്ല, കാരം വരുന്നില്ല. ഇതൊരു ക്രീം ടെക്സ്ചർ ആണ് ഉണ്ടാവുക. നമ്മൾ സ്കിന്നിന് എന്ത് ചെയ്യുന്നില്ല, ഡാമേജ് ആക്കുന്നില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് സെബാമെഡും അതേപോലെ തന്നെ നമ്മുടെ നീം സോപ്പും. നിങ്ങളൊന്ന് റേറ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ നിങ്ങൾ 350 കൊടുക്കണം, ഇവിടെ നിങ്ങൾക്ക് 83 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി എല്ലാവരും അടിച്ചേൽപ്പിക്കുന്നില്ല. മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഏതാണ് നമ്മൾ കോമൺ ആയിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന, സാർ സ്ലൈഡ് ഒന്ന് ബാക്കൗട്ട് ചെയ്യോ, നമ്മൾ കോമൺ ആയിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് പിയേഴ്സ് സോപ്പ്. ഈ പിയേഴ്സ് സോപ്പ് ഓൾമോസ്റ്റ് ഒരു 75% ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. 54 രൂപയാണ് ഇതിന്റെ റേറ്റ്. മാർക്കറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ 100 ഗ്രാമിന് 54 രൂപയാണ് റേറ്റ്. നിങ്ങൾ മൈലേജിൽ വാങ്ങണേ 39 രൂപയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നോർമൽ സോപ്പ് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ടോയ്ലറ്റ് ക്ലീനർ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, മാർക്കറ്റിൽ ഹാർപിക് ആണ് മെജോറിറ്റി, ഒരു 99.9% ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹാർപിക്. ഒരു വീട്ടിൽ മിനിമം 2 ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളില്ല. മിനിമം 2 പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഒരു മാസം ഒരു വീട്ടിലേക്ക് വേണം. ഹാർപിക് നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 115 രൂപ MRP നിങ്ങൾ കൊടുക്കണം. 1 രൂപ എന്ത് ചെയ്യൂല, അവർ കുറച്ച് തരൂല. നിങ്ങൾ മൈലേജിൽ കൂടെ വാങ്ങുകയാണെങ്കിൽ 83 രൂപയ്ക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കിട്ടും. 27 രൂപ വില കുറച്ച് എന്ത് ചെയ്യാം, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വാങ്ങി ഉപയോഗിക്കാം. ഇനി നിങ്ങൾ MRPക്ക് വിറ്റാൽ പോലും മാർക്കറ്റ് റേറ്റിനെക്കാട്ടും 5 രൂപ കുറവാണ്. കാരണം നമുക്ക് 110 എന്ത് ചെയ്യുന്നുള്ളൂ, MRP വരുന്നില്ലല്ലോ. ഫ്ലോർ ക്ലീനർ ഒരു വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്, ഫ്ലോർ ക്ലീനർ. ലൈസോള് മെജോറിറ്റി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലൈസോള്. 125 രൂപയാണ് 500 ml. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ദോഷം എന്ന് ചോദിച്ചാൽ, കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഫുഡൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ തട്ടി തറയിലെടുത്ത് അവർ കഴിക്കും. ഡയറക്റ്റ് കെമിക്കൽ പോകുന്ന എവിടെയാണ്, നമ്മുടെ വയറ്റിലേക്കാണ്. ഒരു ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് എന്താണ്, ലൈസോൾ പോലത്തെ പ്രൊഡക്റ്റുകൾ. സോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ. 99 രൂപയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ സാധനം കിട്ടും. മാർക്കറ്റിൽ നിങ്ങൾ 125 കൊടുക്കണം, ഇവിടെ 99 രൂപയ്ക്ക് 500 ml കിട്ടും. ഡിഷ് വാഷ് ലിക്വിഡ് ഡെയിലി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ തന്നെ. വിമ്മ് ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും വിമ്മാണ് ഉപയോഗിക്കുന്നത്. 135 രൂപയാണ് 500 ml ഈ റേറ്റ്. ഇതെന്താണ്, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ആണെന്ന് എല്ലാ വീട്ടമ്മമാർക്ക് അറിയാം. കാരണം എന്താണ്, ഒരു 10 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും കൈക്ക് ഇൻഫെക്ഷൻ, കൈയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പൊട്ടലുകൾ സംഭവിക്കുക, അവിടെ ഇൻഫെക്ഷൻ ആകുക. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ കണ്ടിട്ടുണ്ട് വിം ഉപയോഗിച്ച് ഇൻഫെക്ഷൻ ആയിട്ടുള്ള. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് വേപ്പും ചെറുനാരയും വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 500 ml 127 രൂപയ്ക്ക് കിട്ടും. 500 ml 127 കൊടുക്കണം. വിമ്മിനെക്കാട്ട് 2 രൂപ അധികമാണ്. പക്ഷേ ഇത് 2x ആണ്. ഇത്ര തന്നെ അളവിൽ എന്ത് ചെയ്യാം, വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ 127 രൂപ എന്തുള്ളൂ, ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നുള്ളൂ. സാർ അടുത്തൊരു പ്രൊഡക്റ്റ് ദെൻ റൗണ്ട് ബാർ 500 ഗ്രാമിന്റെ എക്സോക്ക് ഏത് ചെയ്യണം, 86 രൂപ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ഒരു മൈലേജ് കമ്പനിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 66 രൂപയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടും. റൗണ്ട് ബാർ, നമ്മുടെ ഡിഷ് വാഷിന്റെ റൗണ്ട് ബാർ. അടുത്ത അടുത്തത് നമ്മളാണ് പൗഡർ. ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന പൗഡറാണ്, കോമൺലി ഉപയോഗിക്കുന്ന പൗഡറാണ് പോൺസിന്റെ പൗഡർ. ഏകദേശം 123 രൂപയാണ് 100 ഗ്രാമിന് ഇതിന്റെ റേറ്റ്. 100 ഗ്രാമിന് എന്ത് ചെയ്യണം, പോൺസിന് 123 രൂപ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ന്യൂ സ്റ്റാറിന്റെ പെർഫ്യൂം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ടാർക്കൺ പൗഡർ വാങ്ങുകയാണെങ്കിൽ 300 ഗ്രാമിന് 154 കൊടുത്താൽ മതി. മറ്റേത് നമ്മൾ 100 ഗ്രാമിന് 123 കൊടുക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 300 ഗ്രാമിന് 154 രൂപ കൊടുത്താൽ മതി. പോരാത്തത് എന്താണ്, നൈസിൽ പൗഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു പൗഡർ. ഹെയർ ഓയിൽ മാർക്കറ്റിൽ ഇന്ദുലേഖയ്ക്ക് നിങ്ങൾ ഉണ്ടല്ലോ 100 മില്ലിക്ക് ഏകദേശം 395 രൂപ കൊടുക്കണം. 100 മില്ലിക്ക്. ഇന്ദുലേഖ എന്താണ്, വെളിച്ചെണ്ണയാണ്. നമ്മുടെ മഹാഭൃംഗരാജ ഹെയർ ഓയിൽ 358 രൂപയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് 200 ml കിട്ടും. 100 ml ഇന്ദുലേഖയ്ക്ക് 395 കൊടുക്കണം. നമുക്ക് 200 ml 358 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ എന്താണ്, ആൽമണ്ട് ഓയിലും ബദാം ഓയിലും ഒലിവ് ഓയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വരുന്നത്. ക്വാളിറ്റി നമ്മളതാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. സോ അടുത്തൊരു പ്രൊഡക്റ്റ് ഫെയർനെസ് ക്രീം. ഇവിടെ ഫെയർനെസ് ക്രീം നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങുകയാണെങ്കിൽ ഏകദേശം 100 ഗ്രാമിന് നിങ്ങൾ 250 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം, 250 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ കൊടുക്കണം. സോറി, 100 ഗ്രാമിനല്ല, 200 ഗ്രാമിന് നിങ്ങൾ ഏകദേശം എന്ത് ചെയ്യണം,
85 രൂപയ്ക്ക് മുകളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. ഇവിടെ നമ്മൾ 100 ഗ്രാം വരുന്ന നമ്മുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമിന് വെറും 275 രൂപ എന്തുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ച ആൾക്ക് അറിയാം ക്വാളിറ്റി വൈസ് നമുക്ക് വ്യത്യാസം. ഇങ്ങനെ നിങ്ങളൊരു 10 പ്രൊഡക്റ്റ് നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് കൂടെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 1400 രൂപയ്ക്ക് കിട്ടും. ഇനി നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നില്ല, നിങ്ങൾ മാർക്കറ്റിൽ ഒരു ജോലി ചെയ്യാണ്, ഒരു സാധാരണക്കാരനാണ്, ഒരു കുടുംബം പോറ്റുന്ന വ്യക്തിയാണ്, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇതേ 10 പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ 2100 രൂപ കൊടുക്കണം. 700 രൂപ വില വ്യത്യാസം. മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ 700 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. ഒരു മാസം 700 രൂപ ലാഭിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു 10 മാസം കൊണ്ട് ഏകദേശം 7000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മൈ ലൈഫ് സ്റ്റൈൽ തരുന്നുണ്ട്. ഇനി എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യാനുള്ള വേറൊരു ഗുണം? ഇവിടെ നമ്മളെ കമ്പനി പ്രൊഡക്റ്റുകൾ വില കുറച്ച് തരുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ കിട്ടുന്ന വിലക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഒരു വരുമാനം അക്കൗണ്ടിലേക്ക് തരാൻ റെഡിയാണ്. ഇപ്പൊ ലേഡീസ് ഒക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഗൾഫിലായിരിക്കാം, ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത് എല്ലാ മാസവും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് ലേഡീസ് ആയിരിക്കാം. നിങ്ങൾ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം. അതെങ്ങനെയാ? നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റിന്റെ MRP 194 രൂപയാണ്. നമ്മൾ കിട്ടുന്ന റേറ്റ് 143 രൂപയ്ക്ക് എന്ത് ചെയ്യും, നമ്മൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. സോ ഇതിന് നമുക്കൊരു പോയിന്റും കൂടി എക്സ്ട്രാ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. നിങ്ങൾ 143 രൂപയ്ക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഐഡിയ അടിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അറൌണ്ട് 107.25 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് വോളിയം എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. എന്താണ് ഈ പോയിന്റിന്റെ വാല്യൂ? 107.25 രൂപ എന്ന് പറയുന്നത് 6 രൂപ 43 പൈസയാണ്. 107 BV എന്ന് പറയുന്നത് 6 രൂപ 43 പൈസയാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി DP പ്രൈസിന് വാങ്ങുന്ന ഈ പ്രൊഡക്റ്റ് MRPക്ക് വിൽക്കുകയാണെങ്കിൽ അറൌണ്ട് 51 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, എന്റെ കെയർ ഓഫിൽ സുബ്രഹ്മണ്യൻ സാറ് എന്റെ ഒരു ബന്ധു സുഹൃത്തു ആയിരിക്കാം, അദ്ദേഹത്തിന് എനിക്ക് കിട്ടുന്ന വിലക്ക് സാധനം കൊടുത്താൽ പോലും 6 രൂപ 43 പൈസ എന്താണ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഒരു 10 ആൾക്ക് കൊടുത്താലോ 60 രൂപ എന്താണ് നമ്മൾക്ക് പ്രോഫിറ്റ്. എനിക്കും വില കുറച്ച് കിട്ടി, സുബ്രഹ്മണ്യൻ സാർക്കും വില കുറച്ച് കിട്ടി. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റുകാരനും ഒരു ഹൈപ്പർ മാർക്കറ്റുകാരനും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ വെച്ച് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ അവസരം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് ആര് മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ട്? ഹൈപ്പർ മാർക്കറ്റുകാരും സൂപ്പർ മാർക്കറ്റുകാരും ഇല്ലേ? 1000 രൂപയ്ക്ക് സാധനം വാങ്ങുകയാണെങ്കിൽ 1 രൂപയ്ക്ക് തക്കാളി. നമ്മൾ വിചാരിക്കും 1 രൂപയ്ക്ക് തക്കാളി കിട്ടുന്നല്ലേ? സത്യം പറഞ്ഞാൽ 1000 രൂപയുടെ സാധനം അല്ല, 1500 രൂപയുടെ സാധനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സോറി 500 രൂപയുടെ സാധനമാണ് നമുക്ക് 1000 രൂപ ബില്ലിട്ട് അവർ തരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താണ് ലുലു മാളില് ഡിസ്കൗണ്ട് ഓഫർ 50% വില കുറച്ച്. കഴിഞ്ഞ ഒരു വർഷം 6 മാസം മുന്നുള്ള സാധനമാണ് എന്ത് ചെയ്തത്, സ്റ്റോക്ക് ഔട്ട് സാധനമാണ് 50% വില കുറച്ചിട്ടത്. ഇത് നമ്മൾ ചിന്തിച്ചാൽ പോരെ, ഒരു പ്രൊഡക്റ്റ് വില കുറച്ച് കൊടുക്കാൻ എത്രയെങ്കിലും വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? 50% ഒക്കെ വില കുറച്ച് ഈ പറഞ്ഞ ഷോപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്കിയാൽ മതി, മലപ്പുറം ഡിസ്ട്രിക്റ്റില് ഒരു ടൂത്ത് പേസ്റ്റ് വിറ്റിയാൽ 51 രൂപ ലാഭം കിട്ടുന്ന ഒരു കച്ചവടക്കാരനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 51 രൂപ ഒരു ടൂത്ത് പേസ്റ്റ് വിറ്റ ലാഭം കിട്ടുന്ന ഒറ്റ ഷോപ്പുകാരനെ നിങ്ങൾക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. മലപ്പുറം എന്നല്ല, കേരളത്തിലെ നോക്കി നിങ്ങൾക്ക് കാണാനാവില്ല. അത്രയും വില കുറച്ച് പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇഷ്ടംപോലെ ചോയ്സ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ അടിച്ചേൽപ്പിക്കണമെന്നില്ല. ഞാൻ കോമൺ ആയിട്ട് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന 10 പ്രൊഡക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇവിടെയാണ് ഈ ഇൻകം പ്ലാന്റെ പ്രാധാന്യം. ഈ കാര്യം ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചേക്കും മതി, ഒരു വീട്ടിലേക്ക് 10 പ്രൊഡക്റ്റ് വാങ്ങി, ഇപ്പൊ സുബ്രഹ്മണ്യൻ സാറ് വീട്ടിലേക്ക് 10 പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കിട്ടുന്ന മൈലേജ് കൂടെ വാങ്ങി, മിനിമം 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു മാസം വാങ്ങുന്നുണ്ട്, ഇത് കൂട്ടിക്കോളൂ, നിങ്ങൾ വില കുറച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 10 കസ്റ്റമറെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10000 രൂപയുടെ കച്ചവടമായി. ഇത് നിങ്ങളുടെ ബ്രാഞ്ച് 1ലും നിങ്ങളുടെ ബ്രാഞ്ച് 2ലും മിനിമം നിങ്ങൾ എന്താണ് 10 20 പേർക്ക് ഈ വില കുറച്ച് അവരെ വീട്ടിലേക്കുള്ള ഒരു കച്ചവടം ഒന്നും ചെയ്യണ്ട, ഓരോ വീട്ടിലേക്കുള്ള മിനിമം 10 പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും 10000 കച്ചവടം നടക്കും. അതിന് 12% 1200 രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് തരും. സോ ഇവിടെയാണ് ഈ ഇൻകം പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നത്. ഈ ഡിസ്കൗണ്ട് കിട്ടുന്ന സാധനം നമ്മളെ നാട്ടിൽ, എന്റെ വാർഡിൽ ഏകദേശം 500-ന് മുകളിൽ ആളുകളുണ്ട്. എന്റെ വാർഡിൽ മാത്രം ഈ മൈലേജ് ബിസിനസ് ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകൾ എന്തുള്ളൂ, എന്റെ വാർഡിലുള്ളൂ. സോ ഇവിടെ ഞാനൊന്ന് ഇറങ്ങി എന്റെ ഫ്രണ്ട്സ്, എന്റെ റിലേറ്റീവ്സ്, എന്റെ ഫേസ് വാല്യൂ അറിയുന്ന, എന്റെ മുഖ പരിചയമുള്ള എന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വില കുറച്ച് കിട്ടുന്ന സിസ്റ്റം മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ പോലും നമുക്കൊരു 10-20 കസ്റ്റമർ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. സോ ഒരു 20,000 കച്ചവടം ബ്രാഞ്ച് 1ലും ഒരു 20,000 കച്ചവടം ബ്രാഞ്ച് 2ലും വരികയാണെങ്കിൽ അത് 2400 രൂപ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഉൽപ്പന്നങ്ങളാണ്.
അതുകൊണ്ട് എല്ലാ മാസവും എന്ത് ചെയ്യും, ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കും, തീരും, വീണ്ടും അടുത്ത മാസം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഞങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ടോയ്ലറ്റ് കിണർ തീർന്നാൽ വില കുറച്ച് എവിടെയാണോ കിട്ടുക അവിടെ നിന്ന് അവർ സാധനം വാങ്ങും. സോ നമ്മളൊരു കസ്റ്റമേഴ്സ് ക്രിയേഷൻ നടത്തി കഴിഞ്ഞാൽ നാളെ നമ്മളില്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കും. ഓർമ്മ, ഇവിടെയാണ് നമുക്ക് പാസീവ് ഇൻകവും നമ്മൾ കച്ചവടം ഒക്കെ ഇവിടെ നെറ്റ്വർക്കിന്റെ കച്ചവടം നമുക്ക് ഇവിടെ നടക്കുന്നത്. അവിടെയാണ് ഈ ഇൻകം പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നത്. ഇപ്പൊ 1 ലക്ഷം മാച്ച് ചെയ്താൽ എന്ത് ചെയ്യും, 12,000 രൂപ നമുക്ക് കമ്പനി വരുമാനം തരും. 50 കസ്റ്റമർ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. 2,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മളോട് വാങ്ങി ഉപയോഗിക്കുന്ന 50 കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ കച്ചവടമായി. 1 ലക്ഷത്തിന്റെ 12%, 12,000 രൂപ എന്ത് ചെയ്യും കമ്പനി നമ്മൾക്ക് പ്രോഫിറ്റ് ആയിട്ട് അയച്ചു തരും. അതേപോലെ തന്നെ 5 ലക്ഷം മാച്ച് ചെയ്താൽ 60,000 രൂപ. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളും നിങ്ങളുടെ ബന്ധുവും സുഹൃത്തും അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി, ഈ പ്രൊഡക്റ്റ് വില കുറച്ച് കിട്ടുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനേക്കാൾ ഇവിടെ ഒരു അവസരം ഉണ്ടെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. അതിന് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ് ചോദിച്ചാൽ, എന്റെ തൊട്ടടുത്തുള്ള എന്റെ ഹൈപ്പർ മാർക്കറ്റ് ഡേമാർട്ട് എന്ന ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ എന്ത് ചെയ്തു, ഈ നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ സ്ലൈഡുകളും, ഹാർപ്പിക്കിൻ്റെതും സെബാമെഡിൻ്റെതും സെൻസോഡിൻ്റെതും എല്ലാ പിക്ചറുകളും ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് എന്റെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്തതാണ്. എനിക്ക് ബോധ്യപ്പെട്ടു വില കുറവുണ്ടെന്ന്. വെറുതെ വേറൊരു ലീഡർ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയേക്കാളും ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് ആ 2 റേറ്റും ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് എന്റെ ബോധ്യം എന്ത് ചെയ്തു, എന്റെ മനസ്സിൽ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ഇന്ന് ആ പ്രൊഡക്റ്റിന്റെ പിക്ചർ കണ്ടില്ലെങ്കിലും എനിക്ക് റേറ്റ് പറയാൻ പറ്റും. കാരണം എന്താണ്, ഞാൻ ഡയറക്റ്റ് പോയിട്ട് വെരിഫൈ ചെയ്താണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് അത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നു. സോ ഇതുപോലെ നിങ്ങൾ ഒരു കൃത്യമായ കസ്റ്റമേഴ്സിനെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ അവരിലൂടെ അവർ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ പോലും മിനിമം 17 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ചുകളിലും ഒരു ബ്രാഞ്ച് ടൂലും വരികയാണെങ്കിൽ 2,10,000 2,10,000 രൂപ വരെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനി. സോ വെറുതെ സോപ്പും പേസ്റ്റും വെക്കുന്ന, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് സമയം മീറ്റിംഗ്, ട്രെയിനിങ്, ഇത് മാത്രമല്ല. ഇവിടെ കച്ചവടമാണ്. ഈ സ്ട്രാറ്റജി പഠിക്കാനാണ് നമ്മൾ മീറ്റിംഗുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിക്കുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ടീമിന് എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ ടീം ഡെവലപ്പ് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ മറ്റൊരു വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു സാധനം, ലേണിംഗ്, ആക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ കാര്യം ഒന്ന് കൃത്യമായിരുന്നു പഠിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയോട് പ്രസന്റ് ചെയ്യുക. തുടക്കത്തിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യണമെന്നില്ല, കൃത്യമായിട്ട് അവർക്ക് അത് മനസ്സിലാകുന്നില്ല. വീണ്ടും എന്ത് ചെയ്യാം, ഇതേ സാധനം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഒരിക്കലും ഞാൻ നിങ്ങളോട് ഇത്രയും കൃത്യമായ രീതിക്ക് സംസാരിക്കാൻ പ്രാപ്തിയുള്ള ആളൊന്നല്ലായിരുന്നു. വന്ന സമയത്ത് ഞാനും ഒരു പ്രാസംഗിക മേഖലയിൽ നിന്ന് വന്ന ആളൊന്നല്ല. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ആയുർവേദം പഠിച്ചതും, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചതും, അല്ലെങ്കിൽ ഈ കമ്പാരിസൺ പഠിച്ചതും. ബിസിനസ് പറ്റി പഠിച്ചതാണ് ആദ്യത്തെ 1.5 വർഷം. കാരണം എനിക്ക് ഈ ബിസിനസ് ഒരു എക്സ്പീരിയൻസും ഇല്ല. സോ ആദ്യത്തെ ഒരു 1.5 വർഷം ഞാൻ ഈ ബിസിനസ് എന്താണെന്നും ഈ ബിസിനസ്സിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്നും കൃത്യമായിട്ട് പഠിക്കുകയാണ് ചെയ്തത് ആക്ച്വലി. സാർ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സോ നിങ്ങൾ ചെയ്യേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. സാർ അതിന്റെ മുന്നേ സ്ലൈഡ് ഉണ്ട്. ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ത് ചെയ്യുക, ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ. എത്ര ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര ഫാസ്റ്റ് നിങ്ങൾക്ക് വരുമാനം കിട്ടും. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എത്ര ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര ആളുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിൽ മിനിമം 2 പേര് എന്ത് ചെയ്താൽ മതി, നമ്മൾക്ക് മനസ്സിലായ പോലെ അവർക്കൊന്ന് മനസ്സിലായാൽ മതി. നമ്മളെ തല വരെ എന്ത് ചെയ്യും, മാറും. കാരണം കമ്പനി 10 പ്രൊഡക്റ്റ് ആണോ മാർക്കറ്റ് ചെയ്യുന്നത്? അല്ല, 150 പ്രൊഡക്റ്റ് നിലവിലുണ്ട്. 2030 ആകുമ്പോഴേക്ക് 1000 പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾക്ക് ഇവിടെ 500-1000 കസ്റ്റമേഴ്സ് ഒന്നും വേണ്ട. 100 വ്യക്തികൾ ബ്രാഞ്ചുകളിലും ബ്രാഞ്ച് ടൂലും ഉണ്ടെങ്കിൽ വരുന്ന 2 വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂസ് സീലിംഗ് അടിക്കാൻ പറ്റും. കാരണം അത്രയും പ്രൊഡക്റ്റുകൾ അവൈലബിലിറ്റി കമ്പനി നമുക്ക് ഇപ്പോ തരുന്നുണ്ട്. നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് തന്നെ അവർ വാങ്ങണമെന്നില്ല. അത് അവർക്ക് ചൂസ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഞാൻ ഏറ്റവും കുറഞ്ഞിട്ടില്ല മിനിമം ആയിട്ടുള്ള 10 പ്രൊഡക്റ്റ് മാത്രമേ എന്തുള്ളൂ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ റേറ്റ് നോക്കുക, അതിന് എത്ര ബിസിനസ് വോളിയം കിട്ടുന്നുണ്ട് നോക്കുക, അതിന് എത്ര പ്രോഫിറ്റ് ഉണ്ട് നോക്കുക. സോ എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾ ഇത് ഫാമിലി ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. എന്റെ ഫാദർ അനിൽകുമാർ ഇന്നൊരു 3-4 വർഷമായിട്ട് ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ത് ചെയ്യാണ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ സോപ്പും പേസ്റ്റും വെക്കുന്ന പരിപാടി മാത്രമായിട്ടേ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മള് മക്കള് അച്ഛന്മാരെ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ഒന്നിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസയും അല്ലെങ്കിൽ
നമ്മളെ ചിലവുള്ള പൈസ അവരോട് ചോദിച്ച് വാങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ബൈ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു, ഡിപ്ലോമ. ആ ഒരു സമയത്തൊക്കെ പുള്ളി ബിസിനസ് ചെയ്യുന്നുണ്ട്, മൈലേജിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്തൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, തുടക്കത്തിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യൂല, ഈ മീറ്റിങ്ങോ ട്രെയിനിങ്ങോ മനസ്സിലാക്കി ഇത് ചെയ്യുമ്പോൾ ഏറ്റെടുക്കൂല. അതിന് എൻ്റെ അച്ഛൻ ചെയ്ത ഒരു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുള്ളിക്ക് ഒന്നും അറിയില്ല എന്ന് എന്നോട് ആദ്യം അങ്ങ് പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം പണ്ട് കൊറോണ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം സൂമിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറയും, ഇതാ ലാപ്ടോപ്പ് ഒന്ന് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണം, ലൈവ് മീറ്റിംഗ് ആണ്, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, മീറ്റിംഗ് കട്ടായി പോകും. സോ തൊട്ടടുത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് ലാപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം. എന്നോട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനല്ല പറഞ്ഞത്, ഈ ലാപ്പും കാര്യങ്ങളും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് റെഡി ആക്കി തരണം, തൊട്ടടുത്ത് ഇരുത്തിക്കൂ. മീറ്റിംഗ് കഴിയുന്നവരെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കണം. ആദ്യത്തെ ദിവസം ഇരുന്നു, രണ്ടാം ദിവസം ഇരുന്നു, മൂന്നാം ദിവസം ഇരുന്നു, നാലാം ദിവസം ഇരുന്നു, അങ്ങനെ 7 മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത്. അതേപോലെ തന്നെ വീട്ടിൽ സ്റ്റാർ റാങ്ക് മുതൽ, എൻ്റെ അച്ഛൻ സ്റ്റാർ റാങ്ക് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിലെ പ്രോഗ്രാമുകൾ, ഹോം മീറ്റിങ്ങൾ, അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, സ്റ്റാർ റാങ്ക് മുതൽ എൻ്റെ ഓർമ്മയിൽ നടന്നിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ അവർക്ക് ചായ കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണ് അവരെ അറേഞ്ച്മെന്റ്സിനും, നിങ്ങൾ വീട്ടിലുണ്ടാവണോ കസേര കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ, അങ്ങനെ പ്രോഗ്രാമുകളിലേക്ക് എന്ത് ചെയ്തു, വന്ന ഡിസ്ട്രിബ്യൂട്ടറുകളായിട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. വന്ന ആളുകൾ എന്ത് ചെയ്തു, ഇവരൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഫാമിലി റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അതിന് കാരണക്കാരെന്ന് തുടക്കത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ബോധ്യപ്പെടുത്തി തന്നു. ആ ഒരു മീറ്റിങ്ങൾ, എല്ലാ വീട്ടിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങളും എന്ത് ചെയ്യും, എൻ്റെ അമ്മ അല്ലെങ്കിൽ എന്താണ് വീട്ടിലുള്ള ആളുകൾ, എൻ്റെ ബ്രദർ, എല്ലാവരും എന്ത് ഇൻവോൾവ് ആക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ മീറ്റിങ്ങൾ എന്താണ്, ഫാമിലി ആയിട്ട് റെക്കഗ്നൈസേഷൻ ഉണ്ട്, ഫാമിലി ആയിട്ട് പോകണം നിർബന്ധമായിട്ടും, എൻ്റെ കമ്പനീന്റെ ഒരു അച്ചീവ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, എല്ലാ പ്രോഗ്രാമുകളും ഫാമിലി ആയിട്ട് പോകും. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് മാറി. അല്ലാതെ ഒരിക്കലും മൈലേജൽ ബിസിനസ് എന്തല്ല, എന്നോട് ഒരാൾ ഇൻകം പ്ലാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഇത്ര വരുമാനം കിട്ടുന്ന പറഞ്ഞിട്ടോ അല്ല, പ്രൂവ് ചെയ്ത് കാണിച്ചാണ് ആക്ച്വലി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഞാൻ വയനാട്ടില് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇതാ ആഴ്ച വരുമാനം 2,10,000 rupees ഈ ആഴ്ച വരുമാനം വാങ്ങിയിട്ടുണ്ട്. നാട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു, പ്രൂഫ് കാണിച്ചു തന്നു. പിന്നെ അതിനെക്കാട്ടും കൂടുതൽ ഏൺ ചെയ്യാനാവില്ല എന്ന് എനിക്ക് എൻ്റെ കോഴ്സ് കൊണ്ട് എനിക്കറിയാം. ഏകദേശം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അറിയാലോ ഏകദേശം എന്ത് കിട്ടും, അല്ല എന്താണ് ഇതിന്റെ സാധ്യത എന്നത്. എല്ലാവരും കോഴ്സിന് പോകുന്നുണ്ട്, ഡിഗ്രിക്ക് പോകുന്നുണ്ട്, അങ്ങനെ നമ്മളും പോകുന്നു. എല്ലാവരും ഡിപ്ലോമയ്ക്ക് പോകുന്നുണ്ട്, നമ്മളും പോകുന്നു. അല്ലാതെ വരുമാനം കിട്ടുന്നോ അല്ല ജോലി സാധ്യത ഉണ്ടോന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് പഠിക്കുന്നതോ അല്ലെങ്കിൽ ആ മേഖല ചെയ്യുന്നതോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് മിനിമം എല്ലാ പ്രൊഫഷനുള്ള ആളുകളെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, എഞ്ചിനീയർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അടുത്ത് പോകുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു വെച്ചാല് കിട്ടുന്ന വരുമാനത്തിൽ അവരാരും സാറ്റിസ്ഫൈഡ് അല്ലാന്ന്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു, ഞാൻ PSC പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതിയാൽ എന്താണ് അഭിപ്രായം, എന്തിനാണ് വെറുതെ ഇവിടെ കിട്ടിയിട്ട് ഇവിടെ കടം വാങ്ങാനാണോ ഈ ജോലി വാങ്ങുന്നത് ചോദിച്ചു. അപ്പൊ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അങ്ങനെ എല്ലാ പ്രൊഫഷണൽ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട എന്നാണ്. പക്ഷെ മൈലേജ് ബിസിനസ്സിൽ എന്താണ്, എത്ര ആൾ വന്നാലും ഇവിടെ വരുമാനം കൊടുക്കാൻ റെഡിയുമാണ്. അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറായി വിറ്റവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ 30 വർഷമോ 40 വർഷമോ 50 വർഷമോ ഒന്നും എന്ത് ചെയ്യണ്ട, വിൽക്കണ്ട. വരുന്ന ഒരു 3 വർഷം നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അവരെന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനി എന്ത് ചെയ്തോളും, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. എങ്ങനെ, പ്രൊഡക്റ്റ് കൊടുക്കും, അവർക്ക് വേണ്ട ഓഫറുകൾ കൊടുക്കും, വരുമാനം കൊടുക്കും. നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണോ? വിത്തൗട്ട് റിസ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അത് മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഒരു 3 വർഷം കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ് പഠിക്കണം. ആഴ്ചയുമായിട്ട് 19,000 രൂപ ഒരു ഈ ബിസിനസ് വരുമാനം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താണ്, നാട്ടിലും പുറത്തൊക്കെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫാമിലി ആയിട്ട് ഇത് ഏറ്റെടുക്കുക. കാരണം നമ്മളെ വരുമാനം അത് ഫാമിലിക്ക് കൂടി ഉള്ളതാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒരു ബിസിനസ്സുകാരൻ ഇന്നത്തെ വരെ എന്തില്ല, ലോകത്ത് സക്സസ് ആയിട്ടില്ല. നിങ്ങൾ ലീഡർമാർ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലീഡറെക്കാട്ട് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ നോക്കുക ഈ ബിസിനസ്. കാരണം ഇത് നമ്മുടെ സ്വന്തം ബിസിനസ് ആണ്. നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമ്മളെ ടീം എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. കഴിവുള്ള ആളുകളുടെ കൂടെ അല്ലേ കഴിവുള്ള ആളുകൾ നിൽക്കുക. സോ നമ്മൾ ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക. നമ്മളെക്കാട്ട് കഴിവുള്ള ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ പോയാലും ഒരാൾ നോ പറയൂല മൈലേജിനെ കുറിച്ച്. കാരണം എന്താ, ബിസിനസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 10 പ്രൊഡക്റ്റ് വാങ്ങിയാൽ എന്ത് ചെയ്യും, മിനിമം ഒരു 700 രൂപ വില കുറച്ച് കിട്ടും. അവിടെ അതൊന്ന് വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാകണമെങ്കിൽ പോലും എന്താണ്, നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് എക്സ്ട്രാ ഒരു വരുമാനം കമ്പനി തരുന്നുണ്ട്. വില കുറച്ച് കിട്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എന്താണ്, നമുക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി വരുമാനം തരുന്നുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ കൃത്യമായിരുന്നു മനസ്സിലാക്കുക. GTSകളും FSSകളും NDOPകളും ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക.
ഞാൻ ചെയ്താലും നമ്മൾ ഇതിലിരിക്കുന്ന 46 ആളുകൾ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും മൈലേജിൽ ഇവിടെ എന്ത് ചെയ്യും, ശക്തമായിട്ട് വളരും. അതിലൊരു സംശയവുമില്ല. നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ നമ്മളെ കുടുംബത്തിന് അതിന്റെ ഗുണമുണ്ട്. സോ എന്റെ ഫാമിലിയുടെ ഗ്രോത്ത് ആണ് ആക്ച്വലി എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ഫാമിലി എന്ത് ചെയ്തു, ഒരു സാധാ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു എന്തായത് ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറി ഒരു അപ്പർ കാറ്റഗറിയിലേക്ക് പോകാൻ എന്ത് ചെയ്തു, ഇതൊരു കാരണക്കാരനായി. അത് ഓൺലി ബിക്കോസ് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. എസ്പെഷ്യലി എന്റെ ഫാദറിനെ എന്ത് ചെയ്തു, അതിന് താങ്ക്സ് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ കേസൊക്കെ വളരെ റെയർ ആണ്. അച്ഛനും മകനോട് ഒരുമിച്ച് എന്ത് ചെയ്യുക, ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുക, വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എന്റെ നാട്ടിൽ വേറെ ആരും ചെയ്യുന്നത് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് ഇവിടെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ വേറെ എന്തില്ല, അങ്ങോട്ട് ഈഗോ കാര്യങ്ങളില്ല, പിന്നെ ടെൻഷനും ഇല്ല. ഫാമിലിക്ക് ആരെ കൂടിയാ പോകുന്നത് വെച്ചാൽ സ്വന്തം അച്ഛന്റെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഡെയിലി എന്തുകൊണ്ട് അങ്ങനത്തെ റിസ്ക് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് എന്ത് ചെയ്തു, വീട്ടിൽ കണക്ട് ആണ്. ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ടും ലീഡർമാരായിട്ടും എല്ലാവരും എന്ത് ചെയ്തു, വീട്ടിലെ ആളുകളായിട്ട് കണക്ട് ചെയ്തു. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഇന്ന് എന്ത് ചെയ്യുന്നു, ആസ്വദിച്ച് ഈ ബിസിനസ് ചെയ്യുന്നു. ഇന്ന് ഒരു റിസ്ക്കും ഇല്ലാണ്ട് ആസ്വദിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഈ ബിസിനസിനെ പറ്റി മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നില്ല, അത് പെട്ടെന്ന് കത്തണമെന്നില്ല. സോ നിങ്ങൾ ലീഡർമാരോട് ചോദിച്ചിട്ട് എന്താണ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിലുള്ള 48 ആളുകൾ വരുന്ന ഒരു 3 വർഷം കൊണ്ട് വലിയ വരുമാനത്തിൽ മാറാൻ പറ്റും. അത് നിങ്ങളും കൂടി എന്ത് ചെയ്താൽ മതി, ഒരു 50% നിങ്ങൾ ഇട്ടാൽ മതി. 50% എന്ത് ചെയ്യുള്ളൂ, ലീഡർമാർ നിങ്ങളെ സഹായിക്കും. സോ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, അതിന് സഹായിക്കട്ടെ എന്നും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലിസ്റ്റൽ മാർക്കറ്റിംഗ്. താങ്ക് യു.